ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ LGSന്റെ മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. 1916 പാലക്കാട്ട് വെച്ച് നടന്ന ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ ആധ്യക്ഷ്യം വഹിച്ചത് ആര്? ഓപ്ഷൻ സി ആനി ബെസന്റ്. 1916 പാലക്കാട്ട് വെച്ച് നടന്ന ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ ആധ്യക്ഷ്യം വഹിച്ചത് ആര്? ആനി ബെസന്റ്. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണം ഏത്? ഓപ്ഷൻ സി പയ്യന്നൂര്. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണം ഏത്? പയ്യന്നൂര്. തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ ആദ്യത്തെ മലയാള പത്രം ഏത്? ഓപ്ഷൻ ബി സന്ദിഷ്ടവാദി. തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ ആദ്യത്തെ മലയാള പത്രം ഏത്? സന്ദിഷ്ടവാദി. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 10276 ഈഴവ സമുദായ അംഗങ്ങൾ ഒപ്പിട്ട നിവേദനമായിരുന്നു ഇത്. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. ഈഴവ സമുദായത്തിലെ ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരിയാണ് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത്. ഈ സംഘടന മുൻകൈയെടുത്ത് 1896 സെപ്റ്റംബർ 3 തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ച നിവേദനമായിരുന്നു ഈഴവ മെമ്മോറിയൽ. ഈ തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകളാണ്. ഈഴവ സമുദായത്തിലെ ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരിയാണ് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത്. ഈ സംഘടന മുൻകൈയെടുത്ത് 1896 സെപ്റ്റംബർ 3 തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ച നിവേദനമായിരുന്നു ഈഴവ മെമ്മോറിയൽ. ഉയരും ഞാൻ നാടാകെ എന്ന ചലച്ചിത്രത്തിനായി തിരക്കഥ എഴുതിയ നാടകകൃത്ത് ആര്? ഓപ്ഷൻ ഡി PM താജ്. ഉയരും ഞാൻ നാടാകെ എന്ന ചലച്ചിത്രത്തിനായി തിരക്കഥ എഴുതിയ നാടകകൃത്ത് ആര്? PM താജ്. അശ്വമേധത്തിന്റെ തുടർച്ചയായി തോപ്പിൽ ഭാസി അവതരിപ്പിച്ച നാടകം ഏത്? ഓപ്ഷൻ എ ശരശയ്യ. അശ്വമേധത്തിന്റെ തുടർച്ചയായി തോപ്പിൽ ഭാസി അവതരിപ്പിച്ച നാടകം ഏതാണ്? ശരശയ്യ. ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം ഇന്ത്യക്കാരിൽ വളർത്താൻ കാരണമായ സതി എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചത് ആര്? ഓപ്ഷൻ ബി നന്ദലാൽ ബോസ്. ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം ഇന്ത്യക്കാരിൽ വളർത്താൻ കാരണമായ സതി എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചത് ആര്? നന്ദലാൽ ബോസ്. സാരെ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? ഓപ്ഷൻ സി മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാരാണ്? മുഹമ്മദ് ഇക്ബാൽ. 1951 പ്രഥമ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ഏത്? ഓപ്ഷൻ എ ന്യൂഡൽഹി. 1951 പ്രഥമ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ഏത്? ന്യൂഡൽഹി. ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആണ് ഇന്ത്യയുടെ യഥാർത്ഥ ഉണർവ് ഉണ്ടായത് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഓപ്ഷൻ എ ഗാന്ധിജി. ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് ഇന്ത്യയുടെ യഥാർത്ഥ ഉണർവുണ്ടായത് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഗാന്ധിജി. സ്വദേശാഭിമാനി പ്രസ്ഥാന കാലഘട്ടത്തിൽ ബംഗാൾ കെമിക്കൽ സ്റ്റോഴ്സ് ആരംഭിച്ചത് ആര്? ഓപ്ഷൻ എ PC റോയി. സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്തിൽ ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് ആരംഭിച്ചത് ആരാണ്? PC റായ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെപ്പറ്റി സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ആര്? ഓപ്ഷൻ സി ദാദാഭായി നവറോജി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെപ്പറ്റി സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയതാരാണ്? ദാദാഭായി നവറോജി. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആര്?
ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോർ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഏത് ഇന്ത്യൻ ദേശീയ നേതാവാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. ഏത് ഇന്ത്യൻ ദേശീയ നേതാവാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്? ബാലഗംഗാധര തിലകൻ. ആലപ്പുഴ ജില്ലയിലെ മുട്ടാറിൽ വെച്ച് പമ്പാ നദിയിൽ ചേരുന്ന നദി ഏത്? ഓപ്ഷൻ എ മണിമലയാറ്. ആലപ്പുഴ ജില്ലയിലെ മുട്ടാറിൽ വെച്ച് പമ്പാ നദിയിൽ ചേരുന്ന നദി ഏത്? മണിമലയാറ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഡ് റെഗുലേറ്ററായി അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ സി തണ്ണീർമുക്കം ബണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഡ് റെഗുലേറ്ററായി അറിയപ്പെടുന്നത് ഏതാണ്? തണ്ണീർമുക്കം ബണ്ട്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ സി പാലക്കാട്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട്. 1969 ജൂൺ 16 രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ബി മലപ്പുറം. 1969 ജൂൺ 16 രൂപം കൊണ്ട കേരളത്തിലെ ജില്ല മലപ്പുറം. ഓരോ ജില്ലയും രൂപം കൊണ്ട വർഷം ഓർത്തു വയ്ക്കാനുള്ള കോഡ് ഷോർട്സിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് എല്ലാവരും പഠിക്കണം കേട്ടോ. ഈ 14 ജില്ലയിൽ രൂപം കൊണ്ട വർഷം ഓർത്തു വയ്ക്കാനുള്ള കോഡുണ്ട്. അത് കമൻറ്റ് ബോക്സിൽ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു പഠിക്കുക. അല്ലെങ്കിൽ ഷോർട്സിൽ നോക്കിയാലും മതി കേട്ടോ. ഷോർട്സിലാണെങ്കിൽ ഒരുപാട് പ്രധാനപ്പെട്ട കോഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി കണ്ട് പഠിക്കുക. ഓക്കെ. വിലയേറിയ ലോഹധാതുവായ ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവയുടെ നിക്ഷേപം കൂടുതലായി കാണുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ കൊല്ലം. വിലയേറിയ ലോഹധാതുക്കളായ ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവയുടെ നിക്ഷേപം കൂടുതലായി കാണുന്ന ജില്ല ഏതാണ്? കൊല്ലം. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതി 15,005 ചതുരശ്ര കിലോമീറ്റർ. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്: കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി ഏതാണ്ട് 3 ഡിഗ്രി, കേരളത്തിൻ്റെ അക്ഷാംശീയ വ്യാപ്തി ഏതാണ്ട് 4.5 ഡിഗ്രി, കേരളത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ ദൈർഘ്യം 580 കിലോമീറ്റർ. അപ്പം ശരിയായ പ്രസ്താവനകൾ പ്രത്യേകം ഓർത്തു വയ്ക്കുക. കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി ഏതാണ്ട് 3 ഡിഗ്രി, കേരളത്തിൻ്റെ അക്ഷാംശീയ വ്യാപ്തി ഏതാണ്ട് 4.5 ഡിഗ്രി, കേരളത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ ദൈർഘ്യം 580 കിലോമീറ്റർ. ചുവന്ന മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ഭൂവിഭാഗം ഏത്? ഓപ്ഷൻ ബി ഇടനാട്. ചുവന്ന മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ഭൂവിഭാഗം ഏതാണ്? ഇടനാട്. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്? ഓപ്ഷൻ എ NH 766. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 766. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766. തമിഴ്നാട്ടിലെ നീലഗിരിയെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഓപ്ഷൻ ഡി കർക്കൂർ ചുരം. തമിഴ്നാട്ടിലെ നീലഗിരിയെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കർക്കൂർ ചുരം. രാത്രി മാത്രം പുറത്തിറങ്ങുന്ന പക്ഷികളുടെ ഇനത്തിൽപ്പെട്ട മാക്കാച്ചിക്കാടയെ കേരളത്തിൽ ആദ്യമായി കണ്ടെത്തിയത് എവിടെ? ഓപ്ഷൻ സി അരിപ്പ വനമേഖല. രാത്രി മാത്രം പുറത്തിറങ്ങുന്ന പക്ഷികളുടെ ഇനത്തിൽപ്പെട്ട മാക്കാച്ചിക്കാടയെ കേരളത്തിൽ ആദ്യമായി കണ്ടെത്തിയത് എവിടെയാണ്? അരിപ്പ വനമേഖല. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രമായതിനാൽ കോട്ടൺ ഓഫ് പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏത്? ഓപ്ഷൻ സി മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രമായതിനാൽ കോട്ടൺ ഓഫ് പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈ. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ കൂടുതലായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിളക്കാലം ഏത്? സൈദ്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ കൂടുതലായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിളക്കാലം ഏതാണ്? സൈദ്. സൈദ് പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ കൂടുതലായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിളക്കാലമാണ് സൈദ് കേട്ടോ. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സൈദ്. ഉപദ്വീപീയ പീഠഭൂമി ഭാഗത്ത് കാണപ്പെടുന്ന ഭൂരൂപം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഹിമാനികൾ.
ഉപദ്വീപീയ പീഠഭൂമി ഭാഗത്ത് കാണപ്പെടുന്ന ഭൂരൂപം അല്ലാത്തത് ഹിമാനികൾ. സിന്ധു നദിയുടെ തീരത്തുള്ള ഇന്ത്യൻ പട്ടണം ഏത്? ഓപ്ഷൻ ബി ലേയ്. സിന്ധു നദിയുടെ തീരത്തുള്ള ഇന്ത്യൻ പട്ടണം ഏതാണ്? ലേയ്. മധ്യ ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഗംഗാ നദീ വ്യൂഹത്തിന്റെ ഭാഗമായി മാറുന്ന നദി ഏത്? ഓപ്ഷൻ എ ചമ്പൽ. മധ്യ ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഗംഗാ നദീ വ്യൂഹത്തിന്റെ ഭാഗമായി മാറുന്ന നദി ഏതാണ്? ചമ്പൽ. ഇന്ത്യൻ ദേശീയ പതാകയുടെ 30 രൂപകൽപ്പനകൾ ഉൾപ്പെടുന്ന പുസ്തകം 1916 പ്രസിദ്ധീകരിച്ചത് ആര്? ഓപ്ഷൻ സി പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ 30 രൂപകൽപ്പനകൾ ഉൾപ്പെടുന്ന പുസ്തകം 1916 പ്രസിദ്ധീകരിച്ചത് ആരാണ്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗത്തിലെ അവസാന മാസം ഏത്? ഓപ്ഷൻ ബി ഫാൽഗുനം. ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗത്തിലെ അവസാനത്തെ മാസം ഏതാണ്? ഫാൽഗുനം. ലോകസഭയുടെ അംഗസംഖ്യ 525 നിന്ന് 545 വർദ്ധിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ഡി 31 ഭേദഗതി. ലോകസഭയുടെ അംഗസംഖ്യ 525 നിന്ന് 545 വർദ്ധിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 31 ഭേദഗതി. പ്രതിശിഷ്ട തൊഴിൽ നികുതിയുടെ പരിധി പ്രതിവർഷം 250 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയർത്താൻ സംസ്ഥാന സർക്കാരുകളെ അധികാരപ്പെടുത്തിയ 1988 ഡിസംബറിലെ ഭേദഗതി ഏത്? ഓപ്ഷൻ എ 60 ഭരണഘടനാ ഭേദഗതി. പ്രതിശിഷ്ട തൊഴിൽ നികുതിയുടെ പരിധി പ്രതിവർഷം 250 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയർത്താൻ സംസ്ഥാന സർക്കാരുകളെ അധികാരപ്പെടുത്തിയ 1988 ഡിസംബറിലെ ഭേദഗതി ഏതാണ്? 60 ഭരണഘടനാ ഭേദഗതി. സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി അനുച്ഛേദം 14 മുതൽ 18 വരെ. സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതെല്ലാമാണ്? അനുച്ഛേദം 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യാനന്തരം ആരംഭിച്ച പ്രഥമ പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ഏത് മേഖലയ്ക്കായിരുന്നു? ഓപ്ഷൻ ഡി കൃഷി. സ്വാതന്ത്ര്യാനന്തരം ആരംഭിച്ച പ്രഥമ പഞ്ചവത്സര പദ്ധതിയുടെ, അതായത് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ഏത് മേഖലയ്ക്കായിരുന്നു? കൃഷിക്കായിരുന്നു. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം എഴുതിയത് ആര്? ഓപ്ഷൻ സി രാമചന്ദ്ര ഗുഹ. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം എഴുതിയതാരാണ്? രാമചന്ദ്ര ഗുഹ. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥാനം ഏത്? ഓപ്ഷൻ ബി രാജ്ഘട്ട്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥാനം ഏതാണ്? രാജ്ഘട്ട്. ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ വർഷം ഏത്? ഓപ്ഷൻ എ 1983. ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ വർഷം 1983. ചുവടെ പറയുന്നവയിൽ സ്വതന്ത്ര ഭാരതത്തിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഫസൽ അലി കമ്മീഷൻ. ചുവടെ പറയുന്നവയിൽ സ്വതന്ത്ര ഭാരതത്തിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ ഉൾപ്പെടാത്തത് ഫസൽ അലി കമ്മീഷൻ. അമേരിക്കൻ പരിവേഷകനായ ക്രിസ് ബ്രൗൺ ആദ്യമായി കാലുകുത്തിയ പോയിന്റ് നെമോ എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ സി ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം. അമേരിക്കൻ പരിവേഷകനായ ക്രിസ് ബ്രൗൺ ആദ്യമായി കാലുകുത്തിയ പോയിന്റ് നെമോ എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്? ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം. ദേശീയ ഫയർ സർവീസ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ഏപ്രിൽ 14. ദേശീയ ഫയർ സർവീസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 14. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേരെന്ത്? ഓപ്ഷൻ ഡി ദേവിക. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേരെന്താണ്? ദേവിക. 51ാമത് G7 ഉച്ചകോടിക്ക് വേദിയായത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ കാനഡ. 51ാമത് G7 ഉച്ചകോടിക്ക് വേദിയായത് ഏത് രാജ്യമാണ്? കാനഡ. ഏത് സംവിധാനത്തെപ്പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവനാണ് രാംനാഥ് കോവിന്ദ്? ഓപ്ഷൻ എ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. ഏത് സംവിധാനത്തെപ്പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവനാണ് രാംനാഥ് കോവിന്ദ്? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. വനിതാ സംവരണ നിയമപ്രകാരം ലോകസഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നത്?
ഓപ്ഷൻ ബി 33%. വനിതാ സംവരണ നിയമപ്രകാരം ലോകസഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നത്? 33%. ഏത് വിഭാഗത്തിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ? ഓപ്ഷൻ ഡി പരമ്പരാഗത കൈത്തൊഴിൽ എടുക്കുന്നവര്. ഏത് വിഭാഗത്തിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ? പരമ്പരാഗത കൈത്തൊഴിൽ എടുക്കുന്നവര്. PM വിശ്വകർമ്മ പദ്ധതി പരമ്പരാഗത കൈത്തൊഴിൽ എടുക്കുന്നവർ. ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം ഏത്? ഓപ്ഷൻ എ സൂറത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സൂറത്തല്ല കേട്ടോ, സാഞ്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം ഓപ്ഷൻ ബി സാഞ്ചി. ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം ഏതാണ്? സാഞ്ചി. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ ബി ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈ. തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ ഭാഗ്യചിഹ്നമാണ് പച്ചക്കുതിര? ഓപ്ഷൻ ഡി കേരള സംസ്ഥാന ഭാഗ്യക്കുറി. താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ ഭാഗ്യചിഹ്നമാണ് പച്ചക്കുതിര? കേരള സംസ്ഥാന ഭാഗ്യക്കുറി. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, പച്ചക്കുതിര വന്നാലേ ഭാഗ്യമാണെന്നല്ലേ പറയുന്നത്. ഒരു തുമ്പിയുടെ ഒരു ഷേപ്പിലുള്ള ഒരു ജീവിയാണല്ലോ ഈ പച്ചക്കുതിര. പച്ചക്കുതിര വീട്ടിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ എന്തോ ഭാഗ്യം വരുമെന്നാണ് പറയുന്നത്. നമ്മുടെ റൂമിലൊക്കെ വരും ആ പച്ചക്കുതിര കയറി, അല്ലെങ്കിൽ വീട്ടിൽ പച്ചക്കുതിര കയറി കഴിഞ്ഞാൽ എന്തോ ഭാഗ്യം വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങ് ഇത് ഓർത്താൽ മതി കേട്ടോ. തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ ഭാഗ്യചിഹ്നമാണ് പച്ചക്കുതിര? കേരള സംസ്ഥാന ഭാഗ്യക്കുറി. ഭാഗ്യക്കുറി എടുത്ത് കിട്ടുന്നവർക്ക് ഭാഗ്യമാണല്ലോ വരുന്നത്, കാരണം കുറേ ക്യാഷൊക്കെ കിട്ടുമല്ലോ. അപ്പം ഭാഗ്യം കൊണ്ടുവരുന്നത് തന്നെ പച്ചക്കുതിരയാണ്. അപ്പോൾ ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? പച്ചക്കുതിര. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേരൊക്കെ പറയത്തില്ലേ, അയ്യോ പച്ചക്കുതിര കയറി കഴിഞ്ഞാൽ ഭാഗ്യമാണ്. പച്ചക്കുതിര ഞങ്ങളുടെയൊക്കെ നാട്ടിൻപുറം സ്ഥലമാണ്. ഇവിടെയൊക്കെ എല്ലാവരും പറയും വെറുതെ ചുമ്മാ പറയുന്നതായിരിക്കും കേട്ടോ, നമുക്കറിയത്തില്ല. അങ്ങനെ വലിയ ഭാഗ്യമുണ്ടെന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പച്ചക്കുതിര ഇങ്ങനെ വീട്ടിലും ഒക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ അല്ല നമ്മുടെ കയ്യിലൊക്കെ വന്ന് ഇരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ കയറുവാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ വരുവാണെങ്കിൽ, അയ്യോ പച്ചക്കുതിര വന്നു, ഭാഗ്യമുണ്ട്, ഇനി എന്തോ ഭാഗ്യം നടക്കാൻ പോവാന്നൊക്കെ പറയും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയും. നിങ്ങളുടെയൊക്കെ അവിടെ പറയുമോ പച്ചക്കുതിര ഭാഗ്യമാണെന്ന്? പറയുമായിരിക്കും. അതുകൊണ്ടല്ലേ ഭാഗ്യക്കുറിക്ക് പച്ചക്കുതിര. അപ്പം എന്താണ് തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ ഭാഗ്യചിഹ്നമാണ് പച്ചക്കുതിര? കേരള സംസ്ഥാന ഭാഗ്യക്കുറി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നമാണ് പച്ചക്കുതിര. അപ്പം ഇനി ഇതാരും മറക്കരുതേ, കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? പച്ചക്കുതിര. ഡാർക്ക് മാറ്ററിനെ പഠിക്കാനായി വിക്ഷേപിക്കപ്പെട്ട ലോകത്തെ ആദ്യത്തെ ദൗത്യം ഏത്? ഓപ്ഷൻ ബി യൂക്ലിഡ്. ഡാർക്ക് മാറ്ററിനെ പഠിക്കാനായി വിക്ഷേപിക്കപ്പെട്ട ലോകത്തെ ആദ്യത്തെ ദൗത്യം ഏതാണ്? യൂക്ലിഡ്. ഇന്ത്യയിലെ ആദ്യത്തെ വേദിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി നോയിഡ. ഇന്ത്യയിലെ ആദ്യത്തെ വേദിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നോയിഡ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന നടത്തിയത് ആര്? ഓപ്ഷൻ എ ബിമൽ റസ്മുഖ് പട്ടേൽ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന നടത്തിയത് ആരാണ്? ബിമൽ ഹസ്മുഖ് പട്ടേൽ. കേരളത്തെ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്ന്? ഓപ്ഷൻ ബി 2023 മെയ് 25. കേരളത്തെ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്നാണ് 2023 മെയ് 25. രാജ്യത്തെ ഒരു സാധാരണ പൗരനെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച രാജ്യം ഏത്? ഓപ്ഷൻ സി ചൈന. രാജ്യത്തെ ഒരു സാധാരണ പൗരനെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച രാജ്യം ഏതാണ്? ചൈന. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയ വർഷം? ഓപ്ഷൻ ബി 2009. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയ വർഷം 2009. INS ചക്ര 3 എന്ന പുനർനാമകരണം ചെയ്ത അകുല ക്ലാസ് എന്ന അന്തർവാഹിനി ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ പാട്ടത്തിനെടുക്കുന്നത്? ഓപ്ഷൻ സി റഷ്യ. INS ചക്ര 3 എന്ന് പുനർനാമകരണം ചെയ്ത അകുല ക്ലാസ് എന്ന അന്തർവാഹിനി ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ പാട്ടത്തിനെടുക്കുന്നത്? റഷ്യ. ജനസംഖ്യയിലെ കുറവ് പരിഹരിക്കാൻ ഏത് രാജ്യത്തെ സർക്കാരാണ് രാജ്യത്തെ പ്രസവപൂർവ്വ പ്രസവാനന്തര ചെലവുകൾ പൂർണ്ണമായും ഏറ്റെടുക്കുന്നത്? ഓപ്ഷൻ എ ചൈന. ജനസംഖ്യയിലെ കുറവ് പരിഹരിക്കാൻ ഏത് രാജ്യത്തെ സർക്കാരാണ് രാജ്യത്തെ പ്രസവപൂർവ്വ പ്രസവാനന്തര ചെലവുകൾ പൂർണ്ണമായും
ഏറ്റെടുക്കുന്നത് ചൈന. ഇന്ത്യൻ മൈക്കലാഞ്ചോ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശില്പി റാംസുദറിന്റെ നിർമ്മിതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി, ഇന്ത്യ ഗേറ്റിലെ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ. ഇന്ത്യൻ മൈക്കലാഞ്ചോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ശില്പി റാംസുദറെ. ഇന്ത്യൻ മൈക്കലാഞ്ചോ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശില്പി റാംസുദറിന്റെ നിർമ്മിതികളിൽ ഉൾപ്പെടാത്തത് ഇന്ത്യ ഗേറ്റിലെ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ. ഇന്ത്യൻ മൈക്കലാഞ്ചോ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശില്പി റാംസുദറിന്റെ നിർമ്മിതികളിൽ ഉൾപ്പെടുന്നവയാണ് ഏതൊക്കെയാണ്? ഏകതാ പ്രതിമ, ഗോവയിലെ ശ്രീരാമ പ്രതിമ, പാർലമെന്റ് വളപ്പിലെ ധ്യാനനിരതനായ ഗാന്ധിജിയുടെ പ്രതിമ. ഇത് മൂന്നും ശില്പി റാംസുദറിന്റെ നിർമ്മിതികളാണ് കേട്ടോ. ഏകതാ പ്രതിമ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഏകതാ പ്രതിമ മിക്കവർക്കും അറിയായിരിക്കും. അപ്പോൾ ഏകതാ പ്രതിമ, ഗോവയിലെ ശ്രീരാമ പ്രതിമ, പാർലമെന്റ് വളപ്പിലെ ധ്യാനനിരതനായ ഗാന്ധിജിയുടെ പ്രതിമ, ഇതെല്ലാം ഇന്ത്യയുടെ മൈക്കലാഞ്ചോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില്പി റാംസുദറിന്റെ നിർമ്മിതികളാണ് കേട്ടോ. 2025 ദേശീയ സ്കൂൾ അത്ലറ്റിന്റെ 3 വിഭാഗങ്ങളിലും കിരീടം നേടിയ സംസ്ഥാനം? ഓപ്ഷൻ ബി, കേരളം. 2025 ദേശീയ സ്കൂൾ അത്ലറ്റിക്സിൽ 3 വിഭാഗങ്ങളിലും കിരീടം നേടിയ സംസ്ഥാനം കേരളം. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏത്? ഓപ്ഷൻ ഡി, ലാക്റ്റിക് ആസിഡ്. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ എ, ജോൺ സ്റ്റോണി. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോൺ സ്റ്റോണി. ഉയർന്ന കാന്തിക സ്വഭാവമുള്ള ലോഹസങ്കരം ഏത്? ഓപ്ഷൻ എ, അൽനിക്കോ. ഉയർന്ന കാന്തിക സ്വഭാവമുള്ള ലോഹസങ്കരം ഏത്? അൽനിക്കോ. പ്രിയ, പ്രീതി, പ്രിയങ്ക എന്നിവ ഏതിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? ഓപ്ഷൻ ബി, പാവല്. പ്രിയ, പ്രീതി, പ്രിയങ്ക എന്നിവ ഏതിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? പാവല്. വേനൽക്കാലത്ത് സോഡാക്കുപ്പി ഐസ് പാത്രത്തിൽ സൂക്ഷിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ, ചാൾസ് നിയമം. വേനൽക്കാലത്ത് സോഡാക്കുപ്പി ഐസ് പാത്രത്തിൽ സൂക്ഷിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ചാൾസ് നിയമത്തിന്റെ. ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കാനുള്ള പ്രക്രിയ ഏത്? ഓപ്ഷൻ സി, ആംശിക സ്വേദനം. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കാനുള്ള പ്രക്രിയ ഏതാണ്? ആംശിക സ്വേദനം. ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ എ, ഖരം. ഏതുതരം മാധ്യമത്തിൽ കൂടിയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരം. സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും വലിപ്പം കൂടിയ ആറ്റം ഉള്ളത്? ഓപ്ഷൻ സി, സീസിയം. സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും വലിപ്പം കൂടിയ ആറ്റം ഉള്ളത് സീസിയം. ഒരു ചെടിയിൽ നിന്ന് മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള 100 കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാനാവുന്ന സാങ്കേതിക വിദ്യ ഏത്? ഓപ്ഷൻ സി, ടിഷ്യൂ കൾച്ചർ. ഒരു ചെടിയിൽ നിന്ന് മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള 100 കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാനാവുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ടിഷ്യൂ കൾച്ചർ. ആന്തരകർണത്തിൽ ഒച്ചിന്റെ പുറന്തോടിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏത്? ഓപ്ഷൻ ബി, കോക്ലിയ. കോക്ലിയ കാണപ്പെടുന്നത് എങ്ങനെയാണ്? കോക്ലിയ ഒച്ചിന്റെ പുറന്തോട് പോലെയാണ്. ഒച്ചിന്റെ പുറന്തോടിന്റെ ആകൃതിയാണ് ഈ കോക്ലിയയ്ക്കുള്ളത്. ആന്തരകർണത്തിൽ ഒച്ചിന്റെ പുറന്തോടിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് കോക്ലിയ. രാസവ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏത്? ഓപ്ഷൻ എ, സൾഫ്യൂരിക് ആസിഡ്. രാസവ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഫംഗസ് മൂലം സസ്യങ്ങളിൽ ഉണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണം? ഓപ്ഷൻ സി, കുരുമുളകിന്റെ ദ്രുതവാട്ടം. ഫംഗസ് മൂലം സസ്യങ്ങളിൽ ഉണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണം കുരുമുളകിന്റെ ദ്രുതവാട്ടം. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ സി, മെലാട്ടോണിൻ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ. ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് താപം എത്തിച്ചേരുന്ന രീതി? ഓപ്ഷൻ എ, വികിരണം. ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് താപം എത്തിച്ചേരുന്ന രീതിയാണ് വികിരണം. താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം? ഓപ്ഷൻ സി, ഊഞ്ഞാലിന്റെ ചലനം. താഴെ പറയുന്നതിൽ ദോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിന്റെ ചലനം. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് ബർട്ടിനിയുടെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്ന ഘടന കാണപ്പെടുന്നത്? ഓപ്ഷൻ സി, വൃക്കകൾ. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് ബർട്ടിനിയുടെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്ന ഘടന കാണപ്പെടുന്നത്? വൃക്കകളിൽ.
പച്ച, നീല എന്നീ വർണ്ണങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന വർണ്ണം. ഓപ്ഷൻ സി സിയാൻ. പച്ച, നീല എന്നീ വർണ്ണങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന വർണ്ണം സിയാൻ. താഴെ പറയുന്നവയിൽ തെങ്ങിൻ്റെ ഓലകൾക്ക് പുറമെ വേരുകളെ കൂടി ബാധിക്കുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ കാറ്റുവീഴ്ച. താഴെ പറയുന്നതിൽ തെങ്ങിൻ്റെ ഓലകൾക്ക് പുറമെ വേരുകളെ കൂടി ബാധിക്കുന്ന രോഗം ഏതാണ്? കാറ്റുവീഴ്ച. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന അക്വസ് ദ്രവത്തിന്റെ പുനരാഗീരണം നടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഓപ്ഷൻ സി ഗ്ലോക്കോമ. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന അക്വസ് ദ്രവത്തിന്റെ പുനരാഗീരണം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ ബി ഡിസംബർ 14. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ 14. ഇനി 81 മുതൽ 100 വരെയുള്ള 20 ചോദ്യങ്ങൾ മാത്സ് ആണ്. അപ്പോൾ മാത്സ് എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാനിത് സോൾവ് ചെയ്ത് തരാം, അല്ലെങ്കിൽ നിങ്ങൾ തൊഴിൽ വാർത്ത നോക്കിയാലും മതി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ കമൻറ്റ് ബോക്സിലെ 2 ചോദ്യങ്ങളുടെ ഉത്തരം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.